ഹായ് ഹലോ. ഇപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നടന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ചില പൊട്ടിത്തെറികളാണ് ഇപ്പോൾ അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നയനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ നമ്മുടെ അനി അങ്ങനെ കുറച്ച് പേര് മാത്രമാണ് തയ്യാറായിട്ടുള്ളത്. ബാക്കി എല്ലാവരും നയനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം, അല്ലെങ്കിൽ നയനെ ഇനി ഒരിക്കലും ഇവിടെ വരാൻ പാടില്ല എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മുന്നോടിയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നയനെ നേരിടുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് സംഘർഷങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ശാന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശാന്തമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം മുത്തശ്ശന് വേണ്ടിയിട്ട് എല്ലാവരും അവരുടെ ആ ഒരു ദേഷ്യവും വാശിയും എല്ലാം മനസ്സിലടക്കി പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. അതെപ്പോൾ വേണം പൊട്ടാതിരിക്കാം എന്നുള്ളൊരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതെന്തായാലും നയനയ്ക്ക് അറിയാം. അപ്പോൾ ആദർശ് നയനയോട് കാണിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ഒരു വീട്ടിൽ ചെന്നതിന് ശേഷം നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സങ്കടങ്ങൾ ഇപ്പോൾ ഗോവിന്ദനും കനകയ്ക്കും നന്ദുവിനും ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അവർ സംസാരിക്കുന്നുണ്ട്. ഒരിക്കലും ഞാൻ നയനെ അവിടെ നിർത്തത്തില്ലായിരുന്നു, പക്ഷെ മുത്തശ്ശന് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, മുത്തശ്ശൻ്റെ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് നയനെ അവിടെ നിർത്തേണ്ട അവസ്ഥ എനിക്ക് വന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ നയനെ അവിടെ നിർത്താതെ നയനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേനെ എന്നൊക്കെ അങ്ങനെ ആ ഒരു സംഭവങ്ങളെ പറ്റിയുള്ള സംസാരങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ നന്ദുവും പറയുന്നുണ്ട്, നന്ദുവിന് ഭയങ്കര ദേഷ്യം വന്നു, നവ്യ ഇത്രത്തോളം ചതി ചെയ്തപ്പോൾ അത്രത്തോളം ദേഷ്യം വന്നു, പിന്നെ ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്ത് നിർത്തിയതാണ്, എന്നാലും ഇനി ഒരിക്കലും നവ്യ ചെയ്ത തെറ്റിന് എല്ലാം അനുഭവിക്കാൻ പോകുന്നത് നയനയാണ്, ഒരിക്കലും നയനയോടുള്ള ദേഷ്യം ആർക്കും മാറിയിട്ടില്ല എന്നൊക്കെയുള്ള സംസാരങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ കനക മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഇനി നവ്യ എന്ന മകൾ എനിക്കില്ല, അതുകൊണ്ട് നവ്യയുടെ കാര്യങ്ങൾ ഇനി ആരും പറയാനും പാടില്ല, ഇനി അവളെ പറ്റിയുള്ള കാര്യങ്ങൾ ഇനി ഇവിടെ സംസാരിക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്, നവ്യ എന്ന മകൾ ഇനി നമുക്കില്ല എന്ന് കനക എഴുതി തള്ളിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു സംഭവം ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് പെട്ടെന്നൊന്നും മായാൻ പോകുന്നില്ല. സ്വന്തം മകളാണല്ലോ ഇതിൽ തെറ്റുകാരി എന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സങ്കടങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ എല്ലാം പഴികൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നയനയാണ്. അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവ്യ കാണിച്ച ആ ഒരു കാര്യത്തിൽ തൻ്റെ ഭർത്താവായിട്ട് നവ്യയുടെ കൂടെ ഇത്രയും നാളും അവിടെ ജീവിച്ചിട്ടും തനിക്കത് അറിയാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ദേഷ്യത്തിൽ അബി ബാറിലിരുന്ന് കള്ളൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കഴിച്ചതിന് ശേഷം അബി ആ ഒരു സംഭവങ്ങളെ പറ്റി തൻ്റെ അമ്മ ആ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടും എനിക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് ദേഷ്യപ്പെട്ട് അബി ദേഷ്യത്തോടെ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഒരാൾ വന്ന് അബി ഇങ്ങനെ ഇടിക്കുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും അബി ദേഷ്യത്തോടെ അയാളെ അടിക്കാൻ വേണ്ടി തുനിയുകയും അങ്ങനെ അതിൻ്റെ പേരിൽ ചെറിയ തർക്കങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോ എന്നൊക്കെ ചോദ്യങ്ങൾ വരുമ്പോഴാണ് പറയുന്നത്, എനിക്ക് നിന്റെ എല്ലാ ഹിസ്റ്ററിയും അറിയാം, എനിക്ക് നിന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം എന്നും, പിന്നെ നിന്റെ ഭാര്യ നവ്യ ഞാൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കഥകളൊക്കെ അവിടെ നിർമ്മല എന്ന് പറയുന്ന ആ ഒരു ആള് പറയുന്നുണ്ട്. കാരണം നിർമ്മലും നവ്യയും ഒരുപാട് നാള് കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണെന്നും അവിടെ വെച്ച് എൻ്റെ കാമുകിയായിരുന്നു നവ്യ, പക്ഷെ എന്നേക്കാൾ കുറച്ചുകൂടി കാശുകാരനെ കിട്ടിയപ്പോൾ നിന്നിലേക്ക് അവളെ എത്തി എന്നത് മാത്രമേ ഉള്ളൂ, എന്തായാലും നീ ചെന്ന് നവ്യയോട് ചോദിച്ചു നോക്ക്, നിർമ്മലിനെ അറിയാമോ എന്ന് ചോദിച്ചു നോക്കാനായിട്ട് അബിയോട് പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ അബിക്ക് എല്ലാം കൂടി ആലോചിച്ച് ഭയങ്കര ദേഷ്യത്തിൽ അബി പറയുവാണ്, ഞാൻ എന്തായാലും അവളോട് ചോദിക്കും, അപ്പോൾ അവൾ സത്യമാണ് എന്ന് പറയും, എന്നെ അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വന്ന് കാണും, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കളികളെല്ലാം മാറും എന്നൊക്കെ ദേഷ്യപ്പെട്ടിട്ടാണ് അബി പോകുന്നത്. എന്തായാലും ഇത് വെറും നാടകം മാത്രമാണ് എന്ന് അബിക്ക് അറിയത്തില്ല. അവിടെ ആ ഒരു വെയിറ്റർ വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, എന്തിനാ ഓരോരുത്തരുടെ കുടുംബ ജീവിതങ്ങൾ ഇങ്ങനെ തകർക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ അവരെ പറ്റി അറിയാം, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും വേറെ ആരെങ്കിലും ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോൾ ആ ഒരു ബിയർ ബോട്ടിൽ എടുത്ത് എൻ്റെ തലയിൽ അടിച്ചേനെ, പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവനും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലാണ് അവനും, അതുകൊണ്ട് എന്തായാലും വന്ന് നോക്കുമല്ലോ, അപ്പോൾ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർമ്മലിൻ്റെ
ഒരു സംസാരങ്ങളും നടക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ അവിടെ നവ്യ സുഖമായിട്ട് കിടന്നുറങ്ങുവാണ്. പക്ഷേ ആ നവ്യ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം നെഞ്ചിടിപ്പോടെ സങ്കടത്തോടെ നടക്കുന്നത് നമ്മുടെ നയനയാണ്. അങ്ങനെ നയന ഓരോ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവിടെ എല്ലാം നമ്മുടെ ആദർശിനെ നോക്കുന്നുണ്ട്. പക്ഷെ ആദർശിനെ അവിടെ ഒന്നും കാണാനില്ല. ചായയൊക്കെ കൊണ്ട് കൊടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ ആദർശിനെ കാണാനില്ല. അപ്പോൾ നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് മീനാക്ഷി കാര്യങ്ങളെ പറ്റി ചോദിക്കുകയും ഞാൻ ചെയ്ത തെറ്റിനാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ അവർക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജലജയും നമ്മുടെ ദേവയാനിയും വരുന്നത്. എന്നിട്ട് നയനെ വന്നിട്ട് ഒരുപാട് കുറ്റം പറയുകയും നീയാണ് ഏറ്റവും ഇവിടുത്തെ വേലക്കാരി, ഇനി മീനാക്ഷിക്ക് പോലും നീയാണ് വെച്ച് വിളമ്പി കൊടുക്കേണ്ടത്, അത്രത്തോളം തെറ്റ് നീ ചെയ്തിട്ടുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും ജീവിച്ചിരിക്കുന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ളിടത്തോളം കാലം മാത്രമേ നീ ഇനി ഇവിടെ നിൽക്കത്തുള്ളൂ. എന്തായാലും കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാരണങ്ങളുണ്ട് നിന്നെ ഞാൻ തന്നെ ചവിട്ടി പുറത്താക്കിക്കോളാം എന്നൊക്കെ ഒരു ഭീഷണി മുഴക്കിയിട്ടാണ് നമ്മൾ ദേവയാനി നിൽക്കുന്നത്. ഈ ദേവയാനിയുടെ ഈ ഒരു കൂട്ടുള്ളത് കൊണ്ട് തന്നെ നയനെ വീണ്ടും വീണ്ടും അമർഷിക്കാം, വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്താം എന്ന് ജലജയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ജലജ ഒരുപാട് കുറ്റങ്ങൾ പറയുകയും ദേഷ്യത്തോടെ കയറിപ്പോവാണ്. എന്നാൽ മീനാക്ഷി സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും നയന പറഞ്ഞത് ഞാൻ ചെയ്ത തെറ്റിനാണ് എനിക്കിവിടെ ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, ഞാനിത് അനുഭവിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ തെറ്റുകളും എൻ്റെ ഭാഗത്താണെന്നുള്ള രീതിയിലാണ് നയന അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജാനകിയാണെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ പത്രമൊക്കെ വായിച്ച് സുഖമായിട്ട് ചായയൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് ഒരു കൊറിയർ വന്നിട്ട് ഒരു പാക്കറ്റ് കൊടുക്കുവാണ്. അപ്പോൾ അത് ഒപ്പൊക്കെ ഇട്ടിട്ട് മേടിക്കുമ്പോഴാണ് ജാനകിക്ക് മനസ്സിലാവുന്നത് അന്ന് ആ ഒരു ഡിന്നറിന് പോയ സമയത്ത് അവിടെ എല്ലാവരും കൂടി കപ്പിൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ആണ് ഇതെന്നും ഇതെന്തായാലും അകത്ത് കൊടുക്കാം എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി പോകുമ്പോഴാണ് ആദർശ് അവിടെ ഹാളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറഞ്ഞത് എനിക്കൊരു ചായ വേണം, നല്ല തലവേദന ഉണ്ട്, എനിക്കൊന്ന് ഇട്ട് തരാവോ എന്ന് ജാനകിയോട് ചോദിക്കുകയും ജാനകി ഇപ്പം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ജാനകി അടുക്കളയിലോട്ട് പോവാണ്. അപ്പോൾ ജാനകിയുടെ കയ്യിലിരുന്ന ആ ഒരു ഫോട്ടോ ടേബിളിൻ്റെ പുറത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് ഇത് എന്താണ് എന്ന് പറഞ്ഞ് നോക്കുകയും ആ സമയത്താണ് നയന ഇറങ്ങി വരുന്നത്. അപ്പോൾ ആദർശ് ഈ ഒരു ഫോട്ടോ ഇങ്ങനെ മറിച്ച് നോക്കുന്ന സമയത്ത് നയനയും ആദർശും തമ്മിലുള്ള ഒരു ഫോട്ടോ കണ്ടു. ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ദേഷ്യത്തോടെ ആദർശ് അത് ഫോട്ടോ രണ്ടായിട്ട് കീറി എടുത്ത് കളഞ്ഞ് ചവിട്ടിയിടുവാണ്. അപ്പോൾ ഇതെല്ലാം ജാനകിയും നയനയും കാണുന്നുണ്ട്. അപ്പോൾ ജാനകി വന്ന് ആദർശിനെ വഴക്ക് പറഞ്ഞിട്ട് നീ എന്താ ഈ കാണിക്കുന്നത്, ഇത്രത്തോളം നിന്റെ മനസ്സിൽ വെറുപ്പിരുന്നിട്ടാണോ നീ മുത്തശ്ശനോട് സ്നേഹിച്ചോളാം എന്നൊക്കെ കള്ളം പറഞ്ഞത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുമ്പോൾ മുത്തശ്ശി കയറി വരികയും അതിനെപ്പറ്റി എന്താ സംഭവം എന്ന് ചോദിക്കുകയും ഈ അവിടെ നടന്ന സംഭവം ജാനകി മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിന്റെ മുത്തശ്ശനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നിനക്കറിയാമോ, നിന്നെ അപ്പാടെ മുത്തശ്ശൻ പടി അടയ്ക്കും, നീ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല, നയന ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ആദർശനോട് പറയുന്നുണ്ടെങ്കിലും ആദർശ് അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. അങ്ങനെ ദേഷ്യത്തോടെ ആദർശ് കയറി പോവാണ്. അപ്പോൾ ജാനകി ചായ കുടിക്കാൻ പറഞ്ഞിട്ടും ഇനി എനിക്ക് തലവേദനയൊന്നും മാറത്തില്ല എന്ന് പറഞ്ഞ് ആദർശ് കയറി പോവാണ്. അപ്പോൾ നയന സങ്കടത്തോടെ വന്ന് ആ ഒരു ഫോട്ടോ എടുത്ത് ഒരുമിച്ച് വെച്ചിട്ട് സങ്കടത്തോടെ ആ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ മുത്തശ്ശിയും ജാനകിയും പറയുന്നുണ്ട് മോൾ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാം മാറിക്കോളും, അവൻ്റെ ദേഷ്യമെല്ലാം പെട്ടെന്ന് മാറിക്കോളും എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, ഞാൻ ചെയ്ത തെറ്റുകളാണ് എന്നെ ശിക്ഷിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നമ്മുടെ നയന സങ്കടത്തോടെ ആ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ജാനകിക്കും മുത്തശ്ശിയും ഒരുപാട് സങ്കടമായി. എന്തായാലും ഇവരുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറിയാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ഈ ഒരു സങ്കടത്തോടെ റൂമിൽ പോയി ഇരിക്കുകയും മുത്തശ്ശൻ കാര്യങ്ങൾ ചോദിക്കുകയും പക്ഷെ മുത്തശ്ശി ഒന്നും പറയാൻ തയ്യാറായില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നയനെ കയറി വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശന് മരുന്നൊക്കെ എടുത്തു കൊടുക്കുകയും അങ്ങനെ മുത്തശ്ശൻ പറയുവാണ് മരുന്നൊക്കെ തീർന്നു, അതുകൊണ്ട് ആദർശനോട് ഒന്ന് വിളിച്ച് പറയുക കുറച്ച് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട്, ഏതൊക്കെ മരുന്നാണെന്ന് മോള് പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ ആദർശിനെ നയന ഫോൺ വിളിക്കുമ്പോഴാണ് നയനയുടെ കോള് കണ്ടിട്ട് ആദർശ് കോള് കട്ടാക്കി വിടുവാണ്. അപ്പോൾ 2 വട്ടം വിളിച്ചപ്പോഴത്തേക്കും റിജക്ഷൻ ലിസ്റ്റിലും ഇട്ടു, ബ്ലോക്കും നയനയുടെ നമ്പർ ബ്ലോക്കും ചെയ്തു. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ഇല്ല, നെറ്റില്ല, ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണ്, കോള് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് റേഞ്ച് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ മുത്തശ്ശന് കാര്യം മനസ്സിലായി. എന്തായാലും എൻ്റെ ഫോണിൽ നിന്ന് മോള് മെസ്സേജ് ഇട്ടിട്ട് അർജന്റായിട്ട് ഇങ്ങോട്ട് വിളിക്കാനായിട്ട് മെസ്സേജ് ഇട്ടാൽ മതി. അങ്ങനെ മുത്തശ്ശൻ്റെ ഫോണിൽ നിന്ന് നയന മെസ്സേജ് ഒക്കെ ഇട്ടതിന് ശേഷം നയന സങ്കടത്തോടെ ഇറങ്ങി പോവാണ്. എങ്കിലും മുത്തശ്ശന് കാര്യങ്ങൾ മനസ്സിലായി. ഈ ഒരു അവരുടെ ഇടയിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ ഏകദേശം മാറിയാൽ മതിയായിരുന്നു, അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി സന്തോഷമായേനെ എന്നൊക്കെ മുത്തശ്ശി സംസാരിക്കുന്നുണ്ട്. പക്ഷെ നയനയ്ക്ക് ആ എല്ലാ സംഭവങ്ങളും കൂടി അന്ന് ആദർശ് പറഞ്ഞതും പിന്നെ ആ
ഒരു ഫോട്ടോ കീറിക്കളഞ്ഞതും ഇപ്പോൾ റിജക്ഷൻ ലിസ്റ്റിൽ ഇട്ടതും എല്ലാം കൊണ്ട് നയനയ്ക്ക് ഒരുപാട് സങ്കടം വന്ന് നയന അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അനി വന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും എന്നിട്ട് കുഴപ്പമില്ല, ഏട്ടൻ്റെ മനസ്സിൽ നിന്ന് ദേഷ്യമൊക്കെ മാറിക്കോളും, ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ടാണ് ഏട്ടനെ സഹിക്കാൻ പറ്റാത്തത്, 2-3 ദിവസം കഴിയുമ്പോൾ മാറിക്കോളും എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ നയന പറഞ്ഞത് ഒരിക്കലും നിന്റെ ഏട്ടൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു സംഭവങ്ങൾ മാറാൻ പോകുന്നില്ല. എന്നിട്ട് നടന്ന സംഭവങ്ങൾ, ആ ഫോട്ടോ കീറിയതും പിന്നെ ആ ഒരു ഫോൺ ബ്ലോക്ക് ചെയ്തതും എല്ലാ കാര്യങ്ങളും അനിയോട് നയന പറയുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഒരിക്കലും നയനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആദർശ് തയ്യാറാവുന്നില്ല. അല്ലെങ്കിലും ആദർശിന് നയനയോട് ഇഷ്ടമില്ലായിരുന്നു, തന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇഷ്ടം നടിച്ചത്. എന്നാൽ ഈ ഒരു പ്രശ്നത്തോടു കൂടി നയനെ ഒരുപാട് ആദർശ് വെറുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു വെറുപ്പ് പ്രണയത്തിലോട്ട് മാറ്റാനായിട്ട് നയനയ്ക്ക് സാധിക്കുമോ? ഇനി മുത്തശ്ശനും മുത്തശ്ശിക്കും ഈ ഒരു സംഭവത്തോടു കൂടി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇനി ഇവരുടെ ജീവിതങ്ങൾ ഇനി ഇങ്ങനെയായിരിക്കും. എന്തായാലും ആദർശും നയനയും അകലാനുള്ള സാധ്യതകളും കാണുവാണ്. എന്നാൽ മുത്തശ്ശന് വേണ്ടിയിട്ട് അവരിപ്പോഴും അകന്നാണ് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അഭിനയിക്കുവാണ് ഒരുമിച്ചാണെന്ന്. എന്നാൽ ഇനി ഇതൊക്കെ ഇനി എവിടെ പോയി അവസാനിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.